രണ്ട് ദിനവൃത്താന്തം അധ്യായം 29. ദേവാലയം ശുദ്ധീകരിക്കുന്നു. 3 മുതൽ 19 വരെ വാക്യങ്ങൾ. ഭരണമേറ്റ ആദ്യ വർഷം ആദ്യ മാസം തന്നെ അവൻ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിലുകൾ തുറക്കുകയും കേടുപാടുകൾ തീർക്കുകയും ചെയ്തു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും കിഴക്കേ അങ്കണത്തിൽ വിളിച്ചു കൂട്ടി പറഞ്ഞു: ലേവ്യരെ, കേൾക്കുവിൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ആലയം വിശുദ്ധീകരിച്ച് വിശുദ്ധ സ്ഥലത്തുനിന്ന് സകല മാലിന്യങ്ങളും നീക്കം ചെയ്യുവിൻ. നമ്മുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിശ്വസ്തത കാണിച്ചു, അവിടുത്തെ പരിത്യജിച്ചു. അവിടുത്തെ വാസസ്ഥലത്തു നിന്ന് അവർ മുഖം തിരിച്ചു, അവിടുത്തെ മുൻപിൽ പുറം തിരിഞ്ഞു. അവർ പൂമുഖവാതിലുകൾ അടച്ചു, ദീപങ്ങൾ അണച്ചു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ധൂപാർച്ചന നടത്തുകയോ ദഹനബലി അർപ്പിക്കുകയോ ചെയ്തില്ല. അതിനാൽ കർത്താവിൻ്റെ ക്രോധം യൂദായുടെയും ജെറുസലേമിൻ്റെയും നേരെ പതിച്ചു. നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അവിടുന്ന് അവരെ ഭീതിക്കും പരിഭ്രമത്തിനും പരിഹാസത്തിനും പാത്രമാക്കി. നമ്മുടെ പിതാക്കന്മാർ വാളിനിരയായി, പുത്രീപുത്രന്മാരും ഭാര്യമാരും തടവുകാരാക്കപ്പെട്ടു. അവിടുത്തെ ഉഗ്രകോപം നമ്മെ വിട്ടകലുന്നതിന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവുമായി ഒരു ഉടമ്പടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മക്കളെ, നിങ്ങൾ ഇനി അനാസ്ഥ കാണിക്കരുത്. തൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതിനും തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും ധൂപം അർപ്പിക്കുന്നതിനും കർത്താവ് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൊഹാത്യരിൽ ആമസായിയുടെ മകൻ മഹത്ത്, അസറിയായുടെ മകൻ ജോയേൽ, മെറാറി കുടുംബത്തിൽ നിന്ന് അബ്ദിയുടെ മകൻ കിഷ്, യഹലേലിൻ്റെ മകൻ അസറിയ, ഗെർഷോനിൽ നിന്ന് സിമ്മായുടെ മകൻ യോവാഹ്, യോവാഹിൻ്റെ മകൻ ഏദൻ, എലീസാഫാൻ്റെ കുടുംബത്തിൽ നിന്ന് സിമ്രി, യവുവേൽ, ആസാഫ് കുടുംബത്തിൽ നിന്ന് സഖറിയ, മത്താനിയ, ഹേമാൻ കുടുംബത്തിൽ നിന്ന് യഹുവേൽ, ഷിമേയി, യദുദൂൻ കുടുംബത്തിൽ നിന്ന് ഷെമായ, ഉസിയേൽ എന്നീ ലേവ്യർ മുൻപോട്ട് വന്നു. എല്ലാ സഹോദരരെയും വിളിച്ചുകൂട്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് രാജാവ് കൽപ്പിച്ചതിന് പ്രകാരം കർത്താവിൻ്റെ ആലയം വിശുദ്ധീകരിക്കാൻ അവർ അകത്തു കടന്നു. കർത്താവിൻ്റെ ആലയത്തിൻ്റെ അന്തർഭാഗം ശുദ്ധീകരിക്കാനായി പുരോഹിതന്മാർ അങ്ങോട്ട് ചെന്നു. അവിടെ കണ്ട മാലിന്യങ്ങളെല്ലാം അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. ലേവ്യർ അത് കിദ്രോൻ അരുവിയിലേക്ക് കൊണ്ടുപോയി. 1-ാം മാസം 1-ാം ദിവസം ഈ ശുദ്ധീകരണം തുടങ്ങി. 8-ാം ദിവസം ദേവാലയ പൂമുഖത്തെത്തി. തുടർന്ന് 8 ദിവസം അവർ കർത്താവിൻ്റെ ആലയം ശുദ്ധീകരിച്ചു. 1-ാം മാസം 16-ാം ദിവസം ശുദ്ധീകരണം പൂർത്തിയായി. അവർ ഹെസക്കിയ രാജാവിനെ അറിയിച്ചു. ദഹന ബലിപീഠം, കാഴ്ചയപ്പത്തിൻ്റെ മേശ, അവയുടെ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ കർത്താവിൻ്റെ ആലയം മുഴുവൻ ഞങ്ങൾ ശുദ്ധീകരിച്ചു. ആഹാസ് രാജാവ് ദൈവത്തോട് വിശ്വസ്തത വെടിഞ്ഞ് ഭരിച്ച കാലത്ത് അവഗണിക്കപ്പെട്ട് കിടന്ന ഉപകരണങ്ങൾ ഞങ്ങൾ ശുദ്ധീകരിച്ചു, സജ്ജമാക്കി കർത്താവിൻ്റെ ബലിപീഠത്തിന് മുൻപിൽ വച്ചിരിക്കുന്നു.